കർണാടകയ്ക്ക് തൊട്ടു പിന്നാലെ ഗുജറാത്തിലും HMP വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയൊരു വിവരം കൂടി വരുന്നുണ്ട്. 2 മാസം പ്രായമുള്ള കുഞ്ഞിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ, ജാഗ്രത എങ്ങനെ വേണം, നമ്മൾ ഭയപ്പെടണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. ഡോക്ടർ അമർ ഫെറ്റിൽ ഒപ്പം ഡോക്ടർ രാജീവ് ജയദേവ് എന്നീ ആരോഗ്യ വിദഗ്ധരാണ് നമുക്ക് ഒപ്പം ചേരുന്നത്. ഡോക്ടർ അമർ ഫെറ്റിൽ, ചൈനയിൽ പടർന്നു പിടിച്ച രോഗബാധം അത് ഇന്ത്യയിൽ ഉണ്ടാകുമെന്നൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം നമ്മൾ ലോകരാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ആശയവിനിമയവും ജോലി സംബന്ധമായ അല്ലാതെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. ഇന്നിപ്പോൾ അത് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കോവിഡിനെയൊക്കെ തന്നെ തരണം ചെയ്ത് വന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. അതിൻ്റെയൊക്കെ തന്നെ ഒരു പാർശ്വഫലങ്ങളൊക്കെ ഇപ്പോഴും പലരിലും നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു വൈറസ് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീതി, ആശങ്കയൊക്കെ തന്നെ വലുതാണ്. നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഈ രോഗത്തിൻ്റെ ഈ മറ്റ് അവസ്ഥകളൊക്കെ ഉണ്ടാവുക? അത് ഇന്ത്യയിലേക്ക് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ആരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഡോക്ടർ? അതെ, HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ പബ്ലിക് ഡൊമൈനിൽ കേട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസത്തെ ഇടവേളയായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഷോർട്ട് പീരീഡിനകത്ത് തന്നെ നമുക്ക് കാണാം ഒരു ചെറിയൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ആകാംക്ഷ അതിനെപ്പറ്റി ആൾക്കാരുടെ ഇടയ്ക്ക് ഉണ്ടെന്നുള്ളതൊരു വസ്തുതയുണ്ട്. പക്ഷേ അപ്പോൾ പുതിയൊരു രോഗം വന്നു എന്നാണ് പൊതുവെ റിപ്പോർട്ട് വരുന്നത്. പക്ഷേ ആദ്യം തന്നെ അതിന് ചൂണ്ടിക്കാണിച്ചോട്ടെ, ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അല്ലെങ്കിൽ HMPV എന്ന് വിളിക്കുന്ന വൈറസ് നേരത്തെ തന്നെ 2000 എന്നുള്ള വർഷം തൊട്ടിങ്ങോട്ട് ഈ നമ്മുടെ പുതിയ തരം ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ വന്നു. അപ്പോൾ ആദ്യകാലത്തൊന്നും അങ്ങനെയില്ല. ഇതെല്ലാം ജലദോഷ വൈറസുകളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വെറും വൈറൽ ഫീവർ എന്നുള്ള പേരിലങ്ങ് ഉൾപ്പെടുത്തുമായിരുന്നു. പിന്നെ മുമ്പോട്ട് പോകുന്തോറും സാങ്കേതിക വിദ്യ കൂടുന്നതനുസരിച്ച് ഓരോ വൈറസിനെയും പ്രത്യേകിച്ച് പേര് സഹിതം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന ടെസ്റ്റിംഗ് സംവിധാനങ്ങളും സ്ക്രീനിങ് കിറ്റുകളും പാനലുകളും ടെസ്റ്റുകളും വന്നു. അപ്പോൾ അങ്ങനെയാണ് പണ്ട് പേരായിട്ട് നമ്മൾ അറിയാത്ത വൈറസുകളെ പലതും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിച്ച് ഇന്നേ പേരുള്ള വൈറസിനെ കണ്ടെത്തി എന്ന് പറയാൻ സാധിക്കുന്നത്. ആ വിധത്തിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഇപ്പം നടന്നിട്ടുള്ളത്. ഇതൊരു പുതിയ വൈറസ് അല്ലാതെ ഞാൻ ഒന്നുകൂടെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ഒരുക്കങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഭീതി വേണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് 2 ഭാഗമാണ്. ഒന്ന്, എപ്പോഴും ആരോഗ്യ വകുപ്പുകൾ, അത് സംസ്ഥാന തലങ്ങളിലായിക്കോട്ടെ കേന്ദ്ര തലങ്ങളിലായിക്കോട്ടെ ഗ്ലോബലായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ എപ്പോഴും ഒരു സർവൈലൻസ് എന്ന് പറഞ്ഞാൽ പര്യവേഷണം, നമ്മളെപ്പോഴും അലേർട്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യുക, അതിനെ വളരെ ഡീറ്റെയിൽഡായി വിലയിരുത്തി അതിൻ്റെ നീക്കുപോക്കുകൾ എങ്ങനെയാണ്, അത് എന്താണ് അതിൻ്റെ ഇവല്യൂഷൻ, എന്താണ് അത് ചെയ്യുന്നത്, അതിനെക്കൊണ്ട് എന്തെങ്കിലും പതിവ് വിട്ടുള്ള ഇഫക്റ്റുകൾ മനുഷ്യന് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾക്കോ എവിടെയെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, അതിൻ്റെ പകർച്ചയിലോ ലക്ഷണങ്ങളിലോ പുതിയ തരം ട്രെൻഡുകൾ വല്ലതും കാണുന്നുണ്ടോ മുതലായതൊക്കെ സാങ്കേതികമായി എക്സ്പേർട്സ് വിലയിരുത്തുന്ന ഒരു വശമാണ്. ഇത് വളരെ ക്വയറ്റായിട്ട് ഏത് രോഗത്തിലും നമ്മൾ ആരോഗ്യ വിദഗ്ധർ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ HMPV സംബന്ധിച്ച് ഈ മറ്റേ വശം, അതായത് പ്രായോഗികമായി പൊതുജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനം. അതിനകത്ത് ആദ്യമേ ഞാൻ പറയട്ടെ, ആശങ്കയ്ക്ക് തൽക്കാലം യാതൊരു വകയില്ല, ഭീതിക്കോ ഭയത്തിനോ വകയൊന്നുമില്ല. ഇത് നമ്മൾ പണ്ടേ ഇവിടെയൊക്കെ നിലനിന്നിരുന്ന വൈറസിനെ ഇന്ന് കൂടുതൽ എളുപ്പത്തിൽ കണ്ടെത്തുന്നതുകൊണ്ട് ഈ പേര് നമ്മുടെ മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് മീഡിയയിലും റിപ്പോർട്ടുകളിലും വരുന്നു എന്നുള്ളതാണ് ശരിക്കുള്ള വസ്തുത. അപ്പോൾ ഇത് ജലദോഷം പകരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമയ്ക്കുകയും തുമ്മുകയും ചെയ്യുന്നതിൽ കൂടെ പകരുന്ന ഒരു വൈറസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ചുമയ്ക്കുന്ന തുമ്മിൽ കൂടെ പകരുന്ന ഏറ്റവും ആദ്യം മാസമായിട്ട് വന്നത് H1N1 2009 കാലയളവിൽ തൊട്ടിങ്ങോട്ട്. അതിനുശേഷം കോവിഡ് വന്നു. കോവിഡ് വളരെ വ്യത്യസ്തമായൊരു വൈറസ് തന്നെയാണ്. കൊറോണ വൈറസ് എന്ന് വെച്ചാൽ മറ്റ് ജലദോഷ വൈറസുകളുടെ കൂട്ടത്തിൽപ്പെടുത്തുന്നതല്ല. അതിൻ്റെ പകർച്ചാ രീതി ഒന്ന് തന്നെയാണ്, പക്ഷേ അതിൻ്റെ മറ്റ് സ്വഭാവങ്ങളും അതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റൊക്കെ വേറെ. അപ്പോൾ കോവിഡ് നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം, അത് വേറൊരു എൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ വേറെ ഒരു അസുഖം തന്നെയാണത് കോവിഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുമ്പുള്ള അനേകം നൂറുകണക്കിന് വേണേൽ പറയാവുന്ന വൈറസുകൾ ഉണ്ടാക്കുന്ന വൈറൽ ഫീവർ അല്ലെങ്കിൽ ജലദോഷപ്പനി ഏകദേശം ഒന്ന് തന്നെയാണ്. ഈ HMPVയും ഇതുവരെ നമ്മൾക്ക് നാളിതുവരെ ഇതിനെപ്പറ്റിയുള്ള എക്സ്പീരിയൻസ് പലതുമുണ്ട്. ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളിലെല്ലാം ഇത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഇങ്ങനത്തെ കേസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലാബിൻ്റെ സ്ക്രീനിങ് പാനൽസിൽ പെടുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്കൊന്ന് ഓർക്കണം, എപ്പോഴും ഡോക്ടർമാരൊരു കുട്ടിയെ അല്ലെങ്കിൽ രോഗിയെ വിലയിരുത്തുന്നത് വെറും ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, മൊത്തമായിട്ടുള്ള ലക്ഷണങ്ങളും അതിൻ്റെ ആരോഗ്യസ്ഥിതിയും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ട്രെൻഡും ആ വ്യക്തിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് ട്രെൻഡും വെച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇതുവരെയുള്ള അറിവെന്ന് വെച്ചാൽ ഈ ജലദോഷ വൈറസ് HMPV അടങ്ങുന്ന അധിക ജലദോഷ വൈറസുകൾക്കും സിമ്പിളായിട്ടുള്ള ലക്ഷണങ്ങൾ, പനി, ചുമ, തലവേദന ഒക്കെ ഉണ്ടാകുന്നു.
അത് സ്വാഭാവികമായി തന്നെ കുറഞ്ഞു വരുന്നു. അതിനാണ് സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറയും. ഒന്നും ചെയ്യാതെ തന്നെ ആ വ്യക്തിയുടെ നാച്ചുറലായിട്ടുള്ള ആരോഗ്യം കൊണ്ട് തന്നെ, ആരോഗ്യസ്ഥിതി കൊണ്ടും അത് ഒരു അസുഖം വരുമ്പോൾ നമ്മൾ നാച്ചുറലി എടുക്കുന്ന കുറച്ച് സ്വാഭാവിക സപ്പോർട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ചൂട് പാനീയങ്ങൾ കഴിക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, പോഷണ ഗുണമുള്ള ആഹാരം കുറച്ച് കൂട്ടി കഴിക്കുക, വിറ്റമിൻസൊക്കെ ആഹാരത്തിൽ നിന്നോ അല്ലാണ്ടോ സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ പകരാതിരിക്കാൻ നമ്മൾ ചില പ്രിക്കോഷൻസ്, അതായത് ചുമയ്ക്കുകയും തുമ്മുകയും ചെയ്യുമ്പോൾ വായും മൂടി ഇരിക്കുന്നു. സുഖമില്ലാത്ത കുട്ടികളെ ആ ദിവസം നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിടാതിരിക്കുന്ന ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ആക്ഷൻ, ഇതെല്ലാം കൊണ്ട് സാധാരണ അത് വ്യക്തിക്കും കുറഞ്ഞു വരുന്നു, അത് പകരാറുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള അറിവ്. ആ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. HMPV ആ രീതിയിൽ തന്നെയാണ് പെരുമാറുക. ശരി, ഞാൻ അടുത്ത അങ്ങിലേക്ക് വരാം. ഡോക്ടർ രാജീവ് ജയദേവിൽ കൂടി പ്രതികരണം തേടി ശേഷം. ഡോക്ടർ രാജീവ് ജയദേവ്, മലയാളികളെ സംബന്ധിച്ചോളം ഹെൽത്ത് കോൺഷ്യസ് വളരെ പ്രധാനമായി അവർ കരുതുന്നതാണ്. നമ്മൾ വലിയൊരു മഹാമാരിയൊക്കെ തന്നെ തരണം ചെയ്ത് വന്ന ഒരു പാരമ്പര്യവും അങ്ങനെയൊക്കെയുള്ള ഒരു പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രോഗാവസ്ഥ വരുമ്പോൾ നേരത്തെ ഡോക്ടർ അമർപേറ്റിൽ പറഞ്ഞതുപോലെ തന്നെ രോഗം വരുന്നതിന് മുൻപായി നമ്മൾ ചില പ്രിക്കോഷൻസ് വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അവിടെ പ്രധാനമായും ഈ കുഞ്ഞുങ്ങളിൽ 5 വയസ്സിൽ താഴെയുള്ളവർ, പ്രായമായ ആളുകൾ, രോഗാവസ്ഥയിലും മറ്റ് അനുബന്ധ രോഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവരിലൊക്കെ നമ്മൾ ഈ രോഗാവസ്ഥ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ രോഗാവസ്ഥ അത് പുതുതല്ല, 2001 അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പല രാജ്യങ്ങളിലുമൊക്കെ തന്നെ അത്തരം സാഹചര്യങ്ങളൊക്കെ നേരിട്ടതുമാണ്. അപ്പോൾ ഒരു പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എന്താണ് നമ്മൾ പ്രതിവിധിയായി സ്വീകരിക്കേണ്ടത്, ജാഗരൂകരായിരിക്കേണ്ടത്? കോവിഡ് വന്നതുപോലെ ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്നും ലോകമെമ്പാടും വ്യാപിച്ച ഒരു വൈറസ് ആണല്ലോ കോവിഡ്. അതുപോലെ ഒരു സംഭവമല്ല ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. അതായത് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു പുതിയ രോഗാണുവൊന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ എല്ലാം തന്നെ ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണ്. അത് വളരെ വിശദമായിട്ട് ഡോക്ടർ അമർപേറ്റിൽ അതേപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും ഈ ജലദോഷം എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലായ്പ്പോഴും വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിൽ ബഹുഭൂരിപക്ഷം വ്യക്തികൾക്കും ചികിത്സയുടെയോ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം തന്നെ വരാറില്ല. ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം വന്നാൽ പോലും അത് അവര് കിടത്തി ചികിത്സയുടെ ആവശ്യം വരാറില്ല. മിക്കവാറും വല്ല നേസൽ ഡ്രോപ്സോ അതുപോലെ എന്തെങ്കിലും സിറപ്പോ എന്തെങ്കിലും കൊടുത്താൽ മാത്രം മതിയാവും. ചുരുക്കം ചില കുട്ടികൾക്ക് ആശുപത്രിവാസം വേണ്ടി വരാറുണ്ട്, ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരാറുണ്ട്. അപ്രകാരം ഹോസ്പിറ്റലൈസേഷൻ ചെയ്തിട്ടുള്ള കുട്ടികളിൽ ലോകമെമ്പാടും നമ്മുടെ രാജ്യത്തടക്കം നടത്തിയിട്ടുള്ള അനേകം പ്രബന്ധങ്ങൾ ഇപ്പോൾ പബ്ലിഷ് റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ 10-20 വർഷമായിട്ട് നമുക്ക് ഈ റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ട സംഗതികൾ ഇതൊക്കെയാണ്. ഒന്ന്, ഈ ജലദോഷം ഉണ്ടാക്കുന്ന അനേകം വൈറസുകൾ ഒന്ന് മാത്രമാണ് ഈ മെറ്റാന്യൂമോ വൈറസ്, HMPV എന്ന് പറയും. അതിന് സമാനമായിട്ടുള്ള മറ്റൊന്നുണ്ട്, RSV എന്ന് പറയും, അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് എന്ന് പറയും. RSV അല്പം കൂടി പ്രായം കുറഞ്ഞ കുട്ടികളിലാണെങ്കിൽ മെറ്റന്യൂമോ വൈറസ് ഒരല്പം കൂടി പ്രായം കൂടിയ കുട്ടികളിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ 2 കുഞ്ഞുങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞു, 3ാമതൊരു വ്യക്തിയും കൂടി ഗുജറാത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന സംഗതികളാണ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ അതേപ്പറ്റി സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജലദോഷവുമായി ഒരു രോഗി വരുമ്പോൾ ഡോക്ടർമാർ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ചെയ്യാറില്ല. കാരണം ഈ താനെ മാറിപ്പോകുന്ന രോഗമാണ്. ആള് ഹെൽത്തി ആണെങ്കിൽ ഇങ്ങനെ ഒരു നേസൽ സ്വാബ് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും രോഗിക്ക് ഉണ്ടാകുന്നില്ല. എന്നാൽ റിസർച്ച് അടിസ്ഥാനത്തിൽ രോഗങ്ങളുടെ സംക്രമണം പഠിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, റിസർച്ച് സാഹചര്യം, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതും അതിന്റെ ജീനോടൈപ്പിംഗ് ചെയ്യുന്നതും അതിന്റെ സബ് ഗ്രൂപ്പ് ചെയ്യുന്നതും എല്ലാം ഗുണം ചെയ്യും. കാരണം രോഗത്തിന്റെ രീതികൾ, രോഗം വ്യാപിക്കുന്ന രീതി, അതിന്റെ സീസണാലിറ്റി, ഏതൊക്കെ സീസണുകളിലാണ് ഇത് വരുന്നത്. ഇപ്പൊ രാജ്യത്ത് ഇപ്പോൾ കെനിയ മുതൽ ഹോങ്കോങ് വരെയുള്ള അത്യാവശ്യം എല്ലാ രാജ്യങ്ങളിലും നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മുമ്പിൽ തന്നെയുണ്ട്. പലയിടത്തും പല ഫ്രീക്വൻസികളാണ് കാണുന്നത്. ഉദാഹരണം, ചില രാജ്യങ്ങളിൽ വിന്റർ, അതിശൈത്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ശൈത്യകാല രോഗമായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ചൈനയിൽ ശൈത്യകാലമാണ്. ശൈത്യകാലമാകുമ്പോൾ ചൈനയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിയുമെന്നുള്ള എല്ലാ വർഷവും കാണുന്ന ഒരു സംഗതിയാണ്. അല്ലാതെ ഈ വർഷം മാത്രം ഉണ്ടായതൊന്നും അല്ലാതെ അതൊരു കാര്യം. രണ്ടാമത്തേത്, ഇന്ത്യക്ക് സമാനമായിട്ടുള്ള വെതറുള്ള പല രാജ്യങ്ങളുണ്ട്. വിയറ്റ്നാം ഉദാഹരണത്തിന്, വിയറ്റ്നാമിൽ നിന്നുള്ള പേപ്പറുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള പേപ്പറുകളുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള ശ്വാസകോശം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൽനെസ്സുമായി ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നിട്ടുള്ള കുഞ്ഞുങ്ങളിൽ
ഒരു 3 മുതൽ 6% വരെ വ്യക്തികളിൽ ഈ മെറ്റാന്യൂമോ വൈറസ് കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ ഒന്നിലധികം വൈറസ് ഒരേ സമയം കണ്ടുവരാറുണ്ട്. എന്നാൽ ഈ ഒന്നിലധികം വൈറസ് ഉണ്ട് എന്ന് വെച്ചിട്ട് അങ്ങനെ കുട്ടി കൂടുതൽ സീരിയസ് ആവുകയൊന്നും സാധാരണ കണ്ടുവരാറില്ല. അതുകൊണ്ട് ഈ വിവരങ്ങൾ ഇപ്പൊ ICMR കണ്ടെത്തിയതിനെ തുടർന്ന് വിവരങ്ങൾ അവർ വളരെ വിശദമായിട്ട് ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇത് എക്കാലവും ഉണ്ടായിരുന്ന ഒരു വൈറസ് തന്നെയാണ്, പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ICMR പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലുക്കിംഗ് ഫോർവേഡ് നമുക്ക് എപ്പോഴും ഇതിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, പുതിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇതുവരെയുള്ള ലക്ഷണങ്ങൾ നമുക്കറിയാം. ഈ മെറ്റാന്യൂമോ വൈറസ് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ഭൂരിപക്ഷം വ്യക്തികൾക്കും താനേ മാറുന്ന ജലദോഷം. ചുരുക്കം ചില കുട്ടികൾക്ക് ആസ്മയുടെ ഒരു വഷളാകൽ, അതായത് എക്സാസിബേഷൻ ഓഫ് ആസ്മ എന്ന് പറയും, വലിവ് ടെൻഡൻസി ഉള്ള കുട്ടികൾക്ക് ഒരല്പം വലിവ് കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ചിലർക്ക് നേരത്തെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടികൾക്ക് ബ്രോങ്കോ ന്യൂമോണിയ എന്ന് വിളിക്കുന്ന ന്യൂമോണിയ ലക്ഷണമാണ്. അതുകൊണ്ടാണല്ലോ അവർ പരിശോധിച്ചത്. അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ വൈറസ് കണ്ടെത്തിയത്. പിന്നെ ചിലർക്ക് ഈ ബ്രോങ്ക്യോളൈറ്റിസ് എന്ന് വിളിക്കുന്ന മറ്റൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. ചിലർക്ക് മറ്റേത് പനിയും വരുന്ന പോലെയുള്ള സീഷേഴ്സ്, ഫിറ്റ്സ് കണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അപൂർവമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അതേപ്പറ്റി പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ അമർ പറഞ്ഞതുപോലെ ചില പ്രേക്ഷകർ എല്ലാവരുടെയും കോളുകൾ എടുക്കാൻ പരിമിതി ഉണ്ടെങ്കിലും വിളിക്കുന്ന ചില കോളുകൾ നമുക്ക് എടുത്തു പോകാം. ചില സംശയങ്ങൾ വളരെ പ്രധാനപ്പെട്ട. രജിത തൃശ്ശൂരിൽ നിന്നും ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. രജിത, എന്താണ് താങ്കളുടെ സംശയം? സംശയം, ഞാൻ എൻ്റെ മകള് ഒരു അലർജി, അതായത് ആസ്മയൊക്കെ ഉള്ളതാണ് കുട്ടിക്ക്. അപ്പോ അത് ഈ കുട്ടികളിൽ ഈ അസുഖം എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അത് പേടിക്കേണ്ടതുണ്ടോ, അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും ഡോക്ടർ അമർ ഫെറ്റിൽ, ഇതാണ് കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് പ്രതിരോധ ശേഷി ഉള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ നമുക്ക് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ദൈനംദിനമായിട്ട് തന്നെ മൂക്കൊലിപ്പും ഇങ്ങനെയുള്ള ജലദോഷമൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ പ്രേക്ഷകർ ചോദിച്ചുവല്ലോ, ആസ്മ ഉള്ള ഒരു പശ്ചാത്തലമുള്ള വീട്ടിൽ നിന്നുള്ള ഒരു ഫോൺ കോളാണ് മറുപടി. അതെ, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അമ്മ ചോദിച്ചത്. ആ അമ്മയുടെ ചോദ്യം തന്നെയായിരിക്കും എത്രയോ അനേകായിരം കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മനസ്സിൽ ഈ ഒരു ചോദ്യമായിരിക്കും ഉള്ളത്. അവരോടെല്ലാം ഒരു വളരെ സീനിയർ പീഡിയാട്രിഷ്യൻ എന്നതായിരിക്കും ഞാൻ പറയുന്നൊരു വാക്ക്, ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തന്നെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തന്നെ അലർജി സ്വഭാവമുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീസിങ് അല്ലെങ്കിൽ വലിവ് അല്ലെങ്കിൽ ആസ്മ എന്ന് പറഞ്ഞ അവസ്ഥ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതുവരെ എന്ത് രീതിയിലാണോ മാനേജ് ചെയ്തത്, അതായത് നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥ തുടങ്ങി വരുമ്പോഴേ നമ്മൾ അതിന് പ്രിവെൻറ്റീവായിട്ടുള്ള മരുന്നുകൾ ചിലർക്ക് കുടിക്കാൻ കൊടുക്കും, ചിലർക്ക് ഗുളികേൻ്റെ രൂപത്തിൽ കൊടുക്കും, ചിലർക്ക് അത് ഇൻഹെയിലർ രൂപത്തിൽ കൊടുക്കുന്നു. ആ കുട്ടിക്ക് നേരത്തെ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അത് നമ്മൾ തുടരും. രണ്ടാമത്തത്, അവർക്ക് എന്തെങ്കിലും നേരത്തെ തന്നെ ഉള്ള അവസരങ്ങളിൽ ഒരു കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം മാത്രം തന്നെ എക്സ്ട്രാ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ എപ്പോഴും രോഗം മാറുന്നത് വെറും മരുന്ന് കൊണ്ട് മാത്രമല്ല, പൊതു ആരോഗ്യവും ശ്വാസകോശത്തിനുള്ള സപ്പോർട്ടുമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ കുട്ടിയുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ സീസണിലൊക്കെ, പ്രത്യേകിച്ച് തണുപ്പ് സീസൺ, മഴ സീസൺ. ഡോക്ടർ, മറ്റൊരു കോൾ കൂടി നമുക്ക് എടുത്ത ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. മദനൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മദനൻ, ചോദിക്കാം. മദനൻ, ഹലോ. പറഞ്ഞോളൂ. ഞാനിപ്പോ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ചോദിച്ചോളൂ. അല്ല നമ്മ കോവിഡ് വന്ന സമയത്ത് ഇങ്ങനെ ചൈനയിൽ നിന്നാണ് വന്നത്. അപ്പോഴ ആ കണ്ടുപിടിച്ച ഡോക്ടറെ ഇതുവരെയും പിന്നെ വെളിയിൽ കാണാനുമില്ല, ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ വീണ്ടും നമ്മൾ അതുപോലെ പോവേണ. തീർച്ചയായും മദനനൊക്കെ തീർച്ചയായും താങ്കളുടെ ചോദ്യം വ്യക്തമാണ് ഡോക്ടർ അമർ ഫെറ്റിൽ. അതായത് ഒരു കോവിഡ് ലോക്ക്ഡൌൺ പോലും നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു അംശം പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. കാരണം ചൈനയിലാണെങ്കിലും അവിടെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ പഴയ ഒരു ഓർമ്മകൾ അടച്ചിടലിലേക്കൊക്കെയുള്ള നിമിഷങ്ങളാണ്. കാരണം പെട്ടെന്നൊരു പുതിയൊരു രോഗം വരുമ്പോൾ സ്വാഭാവികമാണ് മനസ്സിൽ ചിന്തിക്കുക. അതുകൂടി ചേർത്ത് വായിച്ചൊരു മറുപടി. അതെ, സ്വാഭാവികമാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ തുടരുകയാണ്. അതുവരെ പറഞ്ഞത് കേട്ടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നത് എന്താണ്, കോവിഡ് എന്ന് പറയുന്നത് ഒരു ടോട്ടലി പുതിയ രോഗമായിരുന്നു. അതിൻ്റെ തുടക്കം നാൾ മുതൽ അതിൻ്റെ സ്വഭാവത്തിനകത്തുള്ള വ്യത്യാസങ്ങളാണ്. നാളതുവരെ ഉണ്ടായ റെസ്പിറേറ്ററി ഇൻഫെക്ഷനിൽ നിന്ന് വ്യത്യസ്തമായ രീതി അതിന് അന്ന് തൊട്ടേ കണ്ടു തുടങ്ങിയിരുന്നു.
ഇത് അങ്ങനെയല്ല. ഇത് പണ്ടേ അതായത് ദശകങ്ങളായിട്ട് 2000 എന്നുള്ള വർഷം തന്നെ നമുക്കിപ്പോൾ 25 കൊല്ലം മുമ്പെയാണ്, കാൽ നൂറ്റാണ്ട് മുമ്പേ ഉള്ള ആ നേരം തൊട്ടേ നമുക്ക് കണ്ട് ഇടയ്ക്കും മറിക്കും എല്ലാം നമ്മൾ ഡിറ്റക്ഷൻ നടത്തിയിട്ടുള്ള വൈറസാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉത്തരത്തിൻ്റെ കണ്ടിന്യൂഷനിലൂടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ സപ്പോർട്ടീവ് കെയർ, അപ്പോൾ കുട്ടികൾക്ക് ആഹാരം, സാധാരണ കുട്ടികൾക്ക് സുഖമില്ലാത്ത മുടങ്ങി അവർക്ക് ക്ഷീണം കൂടുമ്പോൾ നമുക്കറിയാം ഏത് കുട്ടിക്കോ രോഗിക്കും എന്ത് അസുഖം വന്നാലും കുറച്ചുകൂടെ മോശം. അപ്പോൾ നമ്മൾ ആഹാരത്തിൻ്റെ കാര്യത്തിലും ചൂടുപാനീയങ്ങൾ യൂസ് ചെയ്ത്, ഞാൻ ആവർത്തിക്കുകയാണ്, അത്ര പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്, അത് ഉറപ്പുവരുത്തുക. പിന്നെ അത്യാവശ്യമുള്ള മരുന്നുകൾ, സാധാരണ കുട്ടികൾക്ക് പാരസെറ്റമോളും പിന്നെ വലിവൊക്കെ വരുന്ന കുട്ടികൾക്കും ആസ്മയുള്ള കുട്ടി ആ അമ്മ ചോദിച്ച പോലെ ആ മരുന്നുകൾ നമ്മൾ കരുതി വയ്ക്കും. ഡോസുകളൊക്കെ കറക്റ്റായിട്ട് നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് എപ്പോഴാണെങ്കിലും ഒരു ഡോക്ടറോട് ഫോൺ ചെയ്തിട്ട് നേരിട്ട് നമ്മുടെ സ്വന്തം ഡോക്ടറോടോ അല്ലാത്ത അവസരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഏത് നേരത്തും പൊതുജനങ്ങളെ അങ്ങേയറ്റം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ദിശ ഹെൽപ്പ് ലൈൻ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. 0471 255 2056, അല്ലെങ്കിൽ വെറുതെ 104, അല്ലെങ്കിൽ വെറും 1056 1056 ഈ നമ്പറുകളിൽ കിട്ടുന്ന ഒരു ഹെൽപ്പ് ലൈനാണ്. പിന്നെ ഈ സഞ്ജീവനി നെറ്റ്വർക്ക് നമുക്കുണ്ട്, ടെലിമെഡിസിന്. അപ്പോൾ ഈ വിധത്തിലൊക്കെ ഒരു ആശുപത്രിയിലേക്ക് പെട്ടെന്ന് ഓടാതെ നമുക്ക് ഏത് അവസരത്തിലും, ഇതിനൊന്നുമില്ല, എന്ത് കാര്യത്തിനും ഒരു ഡോക്ടറോട് സംസാരിക്കാനും കൺസൾട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വിധത്തിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആഹാരം ശ്രദ്ധിക്കുക, സപ്പോർട്ടീവ് കെയറായിട്ട് ചൂടുപാനികളും സ്റ്റീം ഇൻഹലേഷൻ, ആവി ശ്വസിപ്പിക്കൽ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിയെ പൊതുവേ നോർമൽ ആരോഗ്യത്തിൽ കൊണ്ടുവരിക. പതിവ് വിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ, നമുക്ക് ഇത്രയും കാലം നമുക്ക് നമ്മുടെ കുട്ടിയെ അറിയാം, അപ്പോൾ ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുക. അതായത് ഇത്രയും നാൾ നമ്മുടെ കുട്ടിക്ക് വന്ന് ശീലമുള്ളിൽ നിന്ന് വ്യത്യാസമുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് കാണാനുള്ള സാധ്യത HMPVയെ സംബന്ധിച്ച് വളരെ കുറവാണ്. കാരണം ഇത്രയും നാൾ കൊണ്ട് ഇതിവിടെ എല്ലാം സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പതിവിനേക്കാളും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയതിൻ്റെ ചരിത്രമില്ല. ആരോഗ്യവകുപ്പ് തീർച്ചയായിട്ടും അതിനെ മറ്റേ സൈഡിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും. അത് ഡോക്ടർ രാജീവ് ജയദേവൻ പറഞ്ഞ ശ്രദ്ധിച്ചാണ്. സാങ്കേതികമായിട്ട് നമ്മൾ അതിസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കും. മാറ്റങ്ങളുണ്ടോ, ട്രെൻഡിൽ മാറ്റമുണ്ടോ, പെരുമാറ്റത്തിൽ മാറ്റമുണ്ടോ, അതൊക്കെ. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ഈ നേരത്ത് വളരെ ധൈര്യമായിട്ടും കോൺഫിഡൻ്റായിട്ടും ഒക്കെ നമുക്ക് ഇരിക്കാം. അത് നമ്മൾ ചെയ്യുന്ന ഓർഡിനറി കെയർ കൊണ്ട് തന്നെ നമ്മുടെ രോഗികൾക്കൊന്നും സാധാരണ പ്രശ്നം വരില്ല. ഡയബറ്റീസോ മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവർ പണ്ടേ നമ്മൾ പറയാറുണ്ട് സൂക്ഷിക്കണം, അതിപ്പോഴും പ്രസക്തമാണ്. അങ്ങനെയുള്ള രോഗികൾ നമ്മൾ വലിയ ക്രൗഡുള്ള സ്ഥലത്തൊക്കെ പോകാതിരിക്കുന്ന പൊതുവേ നല്ലതാണ്. ഒരു രോഗമുള്ള അല്ലെങ്കിൽ ജലദോഷമുള്ള ഏത് വ്യക്തിയെയും ചുമയും തുമ്മലൊക്കെ ഉള്ള ഒരാളെ കണ്ടാൽ ഈ ഡയബറ്റീസും ഹാർട്ട് ഡിസീസും ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾ, സ്റ്റിറോയിഡ് കഴിക്കുന്നവരൊക്കെ നമ്മൾ പറയും അതിൻ്റെ അടുത്ത് പോയി ക്ലോസായി പെരുമാറേണ്ട, അതൊരു കോമൺ സെൻസ് കാര്യമാണ്, പൊതു ആരോഗ്യത്തിന് നിലനിർത്തുന്ന കാര്യമാണ്. അല്ലാണ്ട് HMPVയെ പേടിച്ചുകൊണ്ട് സാധാരണ കരുതൽ. തീർച്ചയായും പ്രേക്ഷകരൊക്കെ തന്നെ കേൾക്കുന്നവർ നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ആരോഗ്യവകുപ്പും ആ സംവിധാനങ്ങളൊക്കെ അവരുടെ ജോലി നല്ലതായി എടുക്കും. അതിനപ്പുറത്തേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിഷ്ഠകളുണ്ട്. അഭി എന്നൊരു പ്രേക്ഷകൻ മൂവാറ്റുപുഴയിൽ നിന്നും ചേരുന്നുണ്ട്. അഭി, ചോദിക്കാം. ഹലോ സാറേ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അത് എനിക്കിപ്പോൾ 2 ആഴ്ചയായിട്ട് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല കറുത്ത ചുമ എന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്ന് ചെറിയ മരുന്നൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ചുമ രാവിലെ ഒന്നും കുഴപ്പമില്ല, രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ചുമയാണ്. അതുപോലെ ജലദോഷം നേരത്തെ ഉണ്ടാകും, ജലദോഷം മാറി, എന്നാൽ കഫം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ രണ്ടാമത് ഈ പേരൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പേടി പോലെ. ശരി 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 വ്യക്തമാണ് അഭി. ഡോക്ടർ രാജീവ് ജയദേവ്, അതായത് ഇങ്ങനെയൊക്കെ രോഗബാധ വരുമ്പോൾ സ്വാഭാവികമായ അല്ലെങ്കിൽ ദൈനംദിനമായിട്ട് ചുമയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ജലദോഷമുള്ള ആളുകളിൽ പോലും പെട്ടെന്നൊരു ആശങ്കയൊക്കെ രൂപപ്പെടുകയാണ്. ഇതാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൂചനയാണോ എന്നൊക്കെ. അപ്പോൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് ആമുഖമായി തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞു. അപ്പോൾ ഈ കരുതൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമ്മൾ ഈ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്ന രീതി ഉപേക്ഷിച്ച് കഴിഞ്ഞ ഒരു സമയമാണ്. ഈ എന്തെങ്കിലും വലിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ആളുകൾ മാസ്ക് ഒക്കെ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഒരു അലർട്ട് വേണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടക്കം സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ അത്തരം ദിനചര്യകൾ അത് തുടരേണ്ടത് അനിവാര്യമാണോ? മറ്റെന്തൊക്കെ കരുതൽ വേണം? ഈ പ്രേക്ഷകന്റെ സംശയം കൂടി കേട്ടുവല്ലോ. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ തുടക്കം ക്ലിയർ ആയിരുന്നില്ല. ഇത് ഈ രോഗിയുടെ പ്രായവും ആർക്കാണ് ഈ അസുഖത്തിന്റെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്? അതെ, ഒരു യുവാവാണ് അദ്ദേഹമാണ്. അഭി ടെലിഫോൺ ലൈനിലുണ്ടോ? അഭി, ആരുടെ കാര്യമാണ്, ആരുടെ അസുഖമാണ്? താങ്കളുടെ അസുഖമാണോ ചോദിച്ചത്? ഞാൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എത്ര വയസ്സുണ്ട്? 36. 36 വയസ്സുള്ള ആളാണ് ഡോക്ടർ.
അപ്പൊ അദ്ദേഹം പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്രകാരമുള്ള ലക്ഷണങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ആശുപത്രി ചികിത്സയുടെ ആവശ്യം കാണുന്നില്ല. പനി, ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ അതോടൊപ്പം വലിവ് തോന്നുക, അല്ലെങ്കിൽ ഭക്ഷണം തീരെ കഴിക്കാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം ചികിത്സ തേടിയാൽ മാത്രം മതിയാവും. അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിലുള്ള ജലദോഷമാണ് എങ്കിൽ, മൂക്കടപ്പ്, ചെറിയ ചുമ, തൊണ്ടവേദന ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പൊതുവെ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തൊട്ടടുത്തുള്ള ഫാമിലി ഡോക്ടറെ തന്നെ പോയി കാണുക എന്നുള്ളതാണ്. ചൈനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ ഒരു സംസ്കാരത്തെ പറ്റി ഞാൻ ബ്രീഫായിട്ട് ഇവിടെ പറയാം. എത്ര ചെറിയ നിസ്സാരമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർ ഉടൻ തന്നെ ചെന്നെത്തുന്നത് ഏറ്റവും വലിയ ആശുപത്രികളിലാണ്. അപ്പോൾ ഈ വലിയ ആശുപത്രികളുടെ പ്രത്യേകത, അവിടെ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർമാരുണ്ടാവും, എങ്കിലും അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കേസ് നോക്കാനുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഇവരുടെ സമയം ഇങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത വ്യക്തികളെ നോക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ചൈനയിൽ ഉണ്ടാകുന്നുണ്ട്. നേരെ മറിച്ച് ഇന്ത്യയിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൈമറി കെയർ നെറ്റ്വർക്ക് ഉണ്ട്. നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, തൊട്ടടുത്ത് ക്ലിനിക്കുകൾ ഉണ്ടാവും, അംഗീകൃത ഡിഗ്രി ഉള്ള ഡോക്ടർമാരുണ്ട്. അവരെ ചെന്ന് കാണുകയും അഥവാ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അവരെ ചെന്ന് കാണുകയാണ് വേണ്ടത്. ഈ ലക്ഷണങ്ങൾ കേട്ടിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കാണേണ്ട ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. ശരി 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 വളരെ അധികം നന്ദി ഡോക്ടർ രാജീവ് ജയദേവ്. അമർ ഫെറ്റിലേക്ക്. ഡോക്ടർ അമർ ഫെറ്റിൽ അവസാനമായി ചുരുങ്ങിയ വാക്കുകളിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. നമുക്ക് ഇപ്പോൾ എല്ലാവരുടെയും ആശങ്ക ഇപ്പോൾ നമ്മളെ വിളിച്ച ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ സ്വരത്തിൽ നിന്ന് മനസ്സിലായി നമുക്ക്. അപ്പോൾ വീണ്ടും ഡോക്ടർ രാജീവ് ജയദേവൻ പറഞ്ഞതും തന്നെയാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഊന്നി പറയുന്നത്. ഇതിനെക്കൊണ്ട് നമുക്ക് ആശങ്ക വേണ്ട. അതേസമയം ഇത് ഏത് തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെയുള്ള ജലദോഷപ്പനികളും മറ്റ് രോഗങ്ങളും അടക്കം, ഈവൻ നമ്മൾ എന്താ പറയുന്നത്, മറ്റ് പകർച്ചവ്യാധികളായ കേരളത്തിനെ ബാധിക്കുന്ന എലിപ്പനി, മഞ്ഞപ്പിത്തം മുതലായതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് എന്ത് പൊതുജന ആരോഗ്യ നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മുടെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം, നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫീൽഡ് ജീവനക്കാരായ HI-മാരും JHI-മാരും PH-നും ആശാപ്രവർത്തകരൊക്കെ വന്ന് നമ്മളോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലിക്കുക. നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഊഹാപോഹങ്ങൾക്ക് പോകാതെ അവരെ അറിയിക്കുക, അവരോട് ചോദിക്കുക, അവിടുത്തെ ഡോക്ടറോട് സംസാരിക്കുക. നെറ്റിൽ കൂടെ, ഇൻ്റർനെറ്റിൽ കൂടെയും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന വാർത്തകൾ എല്ലാം കണ്ട അതേ മാത്രയിൽ തന്നെ അത് 100 പേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാതെ, എന്തെങ്കിലും സംശയം തോന്നുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാർത്തകൾ ശരിയാണോ എന്ന് ആരായുന്നൊരു റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരു എന്താണ് ഈ ബിഹേവിയർ എന്ന് പറയാം. അതുകൊണ്ട് ദിശ വഴി വിളിച്ച് ഡോക്ടറോട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് ആ കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പേടിച്ചാൽ നമ്മൾ വെപ്രാളപ്പെട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യും. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ അതിർത്തികളിൽ നമ്മുടെ പട്ടാളക്കാർ, ബഹുമാനപ്പെട്ട നമ്മുടെ സൈനികർ നിതാന്തമായിട്ടൊരു ജാഗ്രത പുലർത്തുന്നു, അതുപോലെ തന്നെ കേരളത്തിൽ മെഡിക്കൽ സംവിധാനങ്ങൾ, ആരോഗ്യ വകുപ്പിൻ്റെയും ഡോക്ടർ അമർ ഫെറ്റിൽ സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. വളരെ വിലപ്പെട്ട നിർദ്ദേശമാണ് ഡോക്ടർ രാജീവ് ജയദേവും ഡോക്ടർ അമർ ഫെറ്റിലും വ്യക്തമാക്കിയത്. എന്തായാലും പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത്തരം അപനിർമ്മിതികൾ അല്ലെങ്കിൽ വ്യാജ സന്ദേശങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുക. HMV വൈറസിൽ നമ്മൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഇന്ത്യയിൽ 2 ഇടങ്ങളിലാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചത്.